നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ടോ? പക്ഷേ അതിനെ എങ്ങനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുമെന്നോർത്ത് എപ്പോഴെങ്കിലും കൺഫ്യൂഷനായിട്ടുണ്ടോ? പലപ്പോഴും നല്ല ആശയങ്ങൾ കൃത്യമായൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം പാതി വഴിയിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ കിടിലൻ ആശയങ്ങളൊക്കെ വിജയകരമായ പ്രോജക്റ്റുകളായി മാറുന്നത്? ഇതൊരു ഭാഗ്യത്തിന് കളിയാണോ, അതോ ഇതിന് പിന്നിൽ കൃത്യമായൊരു വഴിയുണ്ടോ? ഉത്തരം വളരെ സിമ്പിളാണ്. എല്ലാ വിജയകരമായ പ്രോജക്റ്റുകളും തുടങ്ങുന്നത് വ്യക്തമായ ഒരു റോഡ് മാപ്പിൽ നിന്നാണ്. നിങ്ങളുടെ ഐഡിയയിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു മാപ്പ് പോലെയാണിത്. ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ടൈം ലൈൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഒരു ചെറിയ ആശയം ഒരു പൂർണ്ണ ഉൽപ്പന്നമായി മാറുന്നതിന് പ്രധാനമായും 6 ഘട്ടങ്ങളുണ്ട്. നമുക്ക് ആ യാത്രയിലേക്ക് കിടക്കാം. ഇതാണ് ആ 6 സ്റ്റെപ്പുകൾ. ഒന്നാമത്തേത് റിസർച്ച് ആൻഡ് പ്ലാനിംഗ്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. രണ്ടാമത്തേത് ഡിസൈൻ, നമ്മുടെ ഐഡിയയ്ക്ക് ഒരു രൂപം കൊടുക്കാൻ. മൂന്നാമത് ഡെവലപ്മെന്റ്, അതിന് ജീവൻ വെപ്പിക്കാൻ. നാലാമത് ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാൻ. അഞ്ചാമത്തേത് ലോഞ്ച്, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ. പിന്നെ അവസാനം പോസ്റ്റ് ലോഞ്ച്, അതിനെ തുടർന്ന് മെച്ചപ്പെടുത്താൻ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഘട്ടം റിസർച്ച് ആൻഡ് പ്ലാനിംഗ്. ഒരു വീട് പണിയുന്നതിനു മുൻപ് നമ്മൾ അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കില്ലേ? അതുപോലെ തന്നെയാണിത്. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് എത്ര വലിപ്പമുണ്ടാകും, എങ്ങനെയാണത് ചെയ്തു തീർക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അടുത്തത് ഡിസൈൻ. ഇവിടെയാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു രൂപവും ഭാവവുമൊക്കെ വരുന്നത്. അത് കാണാൻ എങ്ങനെയിരിക്കും, ഉപയോഗിക്കാൻ എത്ര എളുപ്പമായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ വീടിൻ്റെ പെയിന്റ് ഏതാ, ജനൽ എവിടെ വരും, കാണാൻ എങ്ങനെയിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടം ഡെവലപ്മെന്റ്. ഇതാണ് യഥാർത്ഥ പണി നടക്കുന്ന സ്ഥലം. നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം കോഡിങ്ങിലൂടെയും മറ്റും യാഥാർത്ഥ്യമാക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ മിനിമം വയബിൾ പ്രോഡക്റ്റ് അഥവാ MVP ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം തന്നെ എല്ലാ ഫീച്ചറുകളും വെച്ച് ഉണ്ടാക്കുന്നതിന് പകരം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു ബേസിക് വേർഷൻ ഉണ്ടാക്കും. എന്നിട്ട് അത് ആളുകളെ കാണിക്കും. അവരുടെ അഭിപ്രായം കേട്ട് പിന്നെ മെച്ചപ്പെടുത്തും. സിമ്പിൾ. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് റെഡിയായി. പക്ഷേ നേരെ മാർക്കറ്റിലേക്ക് വിടാൻ പറ്റില്ല. ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്യണ്ടേ? വല്ല ബഗ്ഗും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി അതൊക്കെ ശരിയാക്കണം. വീട്ടിലെ വയറിങ്ങും പൈപ്പുമൊക്കെ ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലെ നമ്മുടെ ഉൽപ്പന്നം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. അഞ്ചാമത്തെ സ്റ്റേജ് ലോഞ്ച്. ഇതാണ് ആ ബിഗ് മൊമെന്റ്. നമ്മുടെ ഉൽപ്പന്നം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. പലപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുന്നതിനു പകരം ആദ്യം കുറച്ചു പേർക്ക് മാത്രമായി ഒരു ബീറ്റ റിലീസ് നടത്തും. നമ്മുടെ വീടിന്റെ വാതിലുകൾ ആദ്യമായി അതിഥികൾക്കായി തുറന്നു കൊടുക്കുന്നതുപോലെ. അവസാനത്തേത് പോസ്റ്റ് ലോഞ്ച്. അപ്പോൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയല്ല, ഒരു പ്രോജക്റ്റ് ശരിക്കും ഒരിക്കലും തീരുന്നില്ല. ലോഞ്ചിന് ശേഷം യൂസേഴ്സിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുക, പുതിയ മെച്ചപ്പെടുത്തലുകൾ വരുത്തുക, പുതിയ ഫീച്ചറുകൾ ചേർക്കുക. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വീടിന്റെ അറ്റകുറ്റപ്പണികളും പുതിയ കൂട്ടിച്ചേർക്കലുകളും പോലെ. ഇനി ഈ 6 ഘട്ടങ്ങളിലൂടെ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നമ്മുടെ പ്ലാനിന് നല്ല സ്ട്രോങ് ആയ ചില സപ്പോർട്ട് സിസ്റ്റംസ് വേണം. നമ്മുടെ ഈ യാത്ര ട്രാക്കിൽ നിന്ന് തെന്നിപ്പോകാതെ നോക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് മൈൽ സ്റ്റോൺസ് അഥവാ പ്രധാന നാഴികക്കല്ലുകൾ. റോഡിലൂടെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും ബോർഡുകൾ കാണില്ലേ, ഇത്ര ദൂരം പിന്നിട്ടു എന്ന്. അതുപോലെയാണ് മൈൽ സ്റ്റോൺസ്. ഓരോ പ്രധാന ഘട്ടവും തീരുമ്പോൾ നമ്മൾ ഒരു മൈൽ സ്റ്റോൺ പൂർത്തിയാക്കി എന്ന് പറയാം. ഉദാഹരണത്തിന് ഡിസൈൻ തീരുന്നത് ഒരു മൈൽ സ്റ്റോണാണ്. അതുപോലെ MVP റെഡിയാവുന്നത് വേറൊന്ന്. ഇത് നമ്മൾ ശരിയായ വഴിയിലാണോ എന്ന് ഉറപ്പിക്കാൻ സഹായിക്കും. അടുത്തത് ഡിപ്പെൻഡൻസീസ്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേറൊരു കാര്യം തീരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ നോക്കൂ, ടെസ്റ്റിംഗ് തുടങ്ങണമെങ്കിൽ കോഡിംഗ് തീരണം, അല്ലേ? ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ളൊരു കമ്പനിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു വയ്ക്കുന്നത് പ്ലാനിങ്ങിന് വളരെ നല്ലതാണ്. ഏതൊരു പ്രോജക്റ്റിന് 3 കാര്യങ്ങൾ വേണം. 1 പണിയെടുക്കാൻ ആളുകൾ, 2 അവർക്ക് വേണ്ട ടൂൾസും സോഫ്റ്റ്വെയറും, 3 പണം അതായത് ബജറ്റ്. ഇത് ഓരോ സ്റ്റേജിലും എങ്ങനെ വീതിക്കണമെന്ന് തീരുമാനിക്കുന്നതിനെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എത്ര നന്നായി പ്ലാൻ ചെയ്താലും ചിലപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ പോകണമെന്നില്ല. ചിലപ്പോൾ പ്രോജക്റ്റിന്റെ വലിപ്പം പ്രതീക്ഷിച്ചതിലും കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ടെക്നിക്കൽ പ്രശ്നവും വരും. അങ്ങനെയുള്ള അപകട സാധ്യതകളെ മുൻകൂട്ടി കാണുന്നതാണ് റിസ്ക് മാനേജ്മെന്റിന്റെ ആദ്യപടി. അപ്പോൾ ഈ റിസ്കുകൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, അതിനെ എങ്ങനെ നേരിടാമെന്നും പ്ലാൻ ചെയ്യണം. നമ്മുടെ ഷെഡ്യൂളിൽ കുറച്ച് എക്സ്ട്രാ ടൈം ഇട്ട് വയ്ക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉപയോഗിക്കാൻ ഒരു പ്ലാൻ ബി കയ്യിൽ വയ്ക്കുക. ടീമിലുള്ള എല്ലാവരുമായിട്ട് കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുക. ഇതൊക്കെയാണ് അതിനുള്ള വഴികൾ.
നമ്മുടെ പണി എവിടെ വരെയായി എന്ന് നോക്കാൻ പല വഴികളുണ്ട്. കാൻബൻ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡിലെ ചെയ്യാനുള്ളവ, ചെയ്തുകൊണ്ടിരിക്കുന്നവ, ചെയ്തു തീർന്നവ എന്നൊക്കെ എഴുതിവെച്ച് ടാസ്കുകൾ നീക്കിവെക്കുന്ന ഒരു സിസ്റ്റമാണ്. ഗാണ്ട് ചാർട്ട് ഒരു കലണ്ടർ പോലെയാണ്. ഓരോ ജോലിയും എപ്പോൾ തുടങ്ങും, എപ്പോൾ തീരും എന്നൊക്കെ കൃത്യമായി കാണിച്ചു തരും. അജൈൽ എന്നു പറഞ്ഞാൽ വലിയ ജോലിയെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ആഴ്ചയും ചെയ്തു തീർക്കുന്ന ഒരു രീതിയാണ്. ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷേ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യണം. അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ, പക്ഷേ ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ടൈം ലൈൻ യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണോ എന്നതാണ്. അതാണ് നമ്മുടെ പ്ലാനിന്റെ ഫൈനൽ ടെസ്റ്റ്. നിങ്ങൾ എപ്പോഴും സ്വയം ചോദിക്കേണ്ട ഒരേയൊരു ചോദ്യം ഇതാണ്: ഈ ഉണ്ടാക്കിയ ടൈം ലൈൻ നടപ്പിലാക്കാൻ പറ്റുന്നതാണോ? ഇത് നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായി യോജിച്ചു പോകുന്നുണ്ടോ? ഈ ചോദ്യമാണ് പ്ലാനിങ്ങിലെ ഓരോ തീരുമാനത്തെയും നയിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ഒരു നല്ല ടൈം ലൈൻ എന്ന് പറയുന്നത് വെറുതെ ഡേറ്റ് എഴുതി വെച്ചൊരു കലണ്ടറല്ല. അത് നിങ്ങളുടെ ഐഡിയയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജിക് ടൂളാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ ഐഡിയയുടെ ആദ്യത്തെ നാഴികക്കല്ല് എന്തായിരിക്കും? കാരണം ആ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്നത്.